ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ ലിങ്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഒറ്റ മിനിറ്റ്, ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞാളട്ടെ. കുറേ ആൾക്കാർ ഇപ്പോഴും ചിലപ്പോൾ യൂട്യൂബിൽ നോക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓഡിയബിൾ അല്ലേ? സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊന്ന് ഒരൊറ്റ സെക്കൻഡ്. കോസ്റ്റ് അക്കൗണ്ടിങ്, ഓക്കെ. ഓക്കെ, കുറേ ആൾക്കാർ ഇപ്പോൾ ഇതിലായല്ലോ അല്ലേ? ഓക്കെ, ഒന്ന് പറയാവോ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോടാ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് പറയുക, ഒന്ന് ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. യൂട്യൂബിൽ എന്താണെന്ന് അറിയില്ല, ഒക്കെ ശരിയാക്കി വെച്ചതായിരുന്നു, പക്ഷേ എന്തായിരുന്നു മൊത്തം തുടങ്ങിയ സമയത്ത് മൊത്തം സ്റ്റക്കായി. ഓക്കെ, നമുക്ക് കളയാനാണെങ്കിൽ സമയമില്ല, അതാണ് പെട്ടെന്ന് പിന്നെ ആപ്പിലേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞത്. ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. നമ്മുടെ ആപ്പിലാണ്, ആപ്പിൻ്റെ ലിങ്കും അയച്ചു കൊടുക്കുക. അതിനുശേഷം അവരോട് പറയാം, അവിടെ ഹോം പേജ് കയറിയാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യും, കോഴ്സ് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ അവിടെ ലിങ്ക് ഉണ്ടാവും. കോഴ്സ് പർച്ചേസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ കോഴ്സിൽ അവിടെ സ്റ്റോറിൽ അവർ പോയി കഴിഞ്ഞാൽ കോഴ്സിൽ കണ്ടന്റിന് തൊട്ടപ്പുറത്ത് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ലേ, സമയം വൈകാനില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ FMൻ്റെ എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വലിയ വലിയ ക്വസ്റ്റ്യൻസ് MCQ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നിട്ടില്ലെങ്കിൽ അതിന് കുറച്ചെണ്ണേ വന്നിട്ടുള്ളെങ്കിലും പക്ഷേ വലിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു തന്നെ വന്നു. ഞാൻ ആ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും എഴുതിയത് തെറ്റിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് ശരിയാണോ ഇത് ശരിയാണോ, അവിടെയൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, അതങ്ങോട്ട് വിടുക, ഇനിയുള്ള എക്സാം അടുത്തത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഈ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് വെയിറ്റേജ് നോക്കാം. വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നാമത്തെ ലോട്ടിൽ ഏകദേശം ലോട്ടുകൾ ചിലപ്പോൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറെങ്കിലും ഫസ്റ്റ് നമുക്ക് വേണ്ടത് MCQ ആണ്. ആ MCQ യൂട്യൂബിൽ ചിലത് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ എടുത്ത് കാണുക. അല്ലാത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് ആകെ ഇങ്ങനെയാണ് ലോട്ടുകൾ വരിക അല്ലേ. നമ്മുടെ പണ്ടത്തെ ഒരു ട്രെൻഡ് ആണെങ്കിൽ ഈ 8ാമത്തെ ലോട്ടിൽ എന്തായിരിക്കും വരിക, തിയറി ആയിരിക്കും വരിക. സജസ്റ്റ് ആൻസർ ഒക്കെ നിങ്ങൾ നോക്കിയ ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. ഇനി ഇവിടെ ഈ ഒരു 7ാമത്തെ ലോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും അതേപോലെ ബഡ്ജറ്റിംഗും ആയിരിക്കും ചോദിക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയിരിക്കും 8 മാർക്കിന് ഉണ്ടാവുക. ഷുവർ ലോട്ടാണ്, അത് എന്തായാലും ചോദിക്കുക 8 മാർക്കിന്. 6ാമത്തെ ലോട്ടിൽ ഉണ്ടാവുക മാർജിനൽ കോസ്റ്റിംഗ് ആണ്.
മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഇവിടെ മാർജിനൽ കോസ്റ്റിംഗിൽ നിന്നും 16 മാർക്കിനായിരിക്കും ചോദിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റിന്റെ നമ്പറൊക്കെ മാറും, എന്നാലും 16 മാർക്കിന് എവിടെ നിന്നായിരിക്കും നമുക്ക് ചോദ്യം ഉണ്ടാവുക? മാർജിനൽ കോസ്റ്റിംഗ് എന്നായിരിക്കും ഉണ്ടാവുക. അതേപോലെ 5ാമത്തെ ലോട്ടിൽ നമുക്ക് കോൺട്രാക്ട് കോസ്റ്റിംഗും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അഥവാ സർവീസ് കോസ്റ്റിംഗ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 8 മാർക്ക് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നും 8 മാർക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നും ഇങ്ങനെയായിരിക്കും നമുക്ക് എന്തായാലും ചോദ്യം ഉണ്ടാവുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലോട്ടുകൾ പറയുകയാണെങ്കിൽ ഇതിൽ ഏതും നമുക്ക് ചോദിക്കാം. 2, 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ാമത്തെ ലോട്ടിൽ ചിലപ്പോൾ നമുക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ ലേബർ അല്ലെങ്കിൽ ഓവർഹെഡ്, ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും എന്ത് ചെയ്യുക ഇവിടെ ചോദിക്കുക. ഇവിടെ നമുക്ക് ഷുവർ ലോട്ട് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇനിയുള്ള സമയത്ത് നമ്മൾ നോക്കേണ്ടത് കോൺട്രാക്ട് കോസ്റ്റിംഗ്, അതേപോലെ തന്നെ ഇതുവരെയുള്ള എക്സാമിന്റെ ട്രെൻഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, അതേപോലെ മാർജിനൽ കോസ്റ്റിംഗ്, അതേപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇത്രയും ചാപ്റ്ററുകൾ ഷുവർ ലോട്ടാണ്. 8, 8, 16, 8. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 40 മാർക്ക് കിട്ടും. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ. അപ്പൊ ഇനിയുള്ള സമയം ഇത് മാത്രം ഏകദേശം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ബാക്കി സമയം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് തേർഡ് ലോട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് CAS കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റഗ്രൽ നോൺ ഇന്റഗ്രൽ എന്നുള്ള പാർട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഇവിടെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ജോബ്, ബാച്ച്, പ്രോസസ്സ്, ജോയിൻ ബൈ പ്രോഡക്റ്റ്, പിന്നെന്താ, അങ്ങനത്തെ എല്ലാ ചാപ്റ്ററിനും ഈ ഒരു ലോട്ടാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഷുവർ ലോട്ടുകൾ. അതാണ് ഞാൻ അത്രയും നേരം പറഞ്ഞതിന്റെ സമ്മറി. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നമുക്ക് ഓരോ ചാപ്റ്ററുകൾ ആദ്യം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ നോക്കാൻ പോകുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നുള്ള ഈ ഒരു ഭാഗത്താണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്, നമുക്കറിയാം, നമ്മളോട് പറയുക കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കാനാണ്. അപ്പൊ കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സംശയവും വേണ്ട. എന്തൊക്കെയാണോ നിങ്ങൾക്ക് എക്സ്പെൻസുകൾ ഉള്ളത് അത് ആയിരിക്കും നമ്മൾ എവിടെ ലിസ്റ്റ് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അഥവാ മെറ്റീരിയൽ കോസ്റ്റ്, എംപ്ലോയി കോസ്റ്റ്, മറ്റുള്ള എന്തെങ്കിലും പ്രൊഡക്ഷൻ കോസ്റ്റുകൾ, അതൊക്കെ നമ്മൾ ഏത് സൈഡിൽ ലിസ്റ്റ് ചെയ്യും? ഈ ഡെബിറ്റ് സൈഡിൽ. അതേപോലെ ഡിപ്രീസിയേഷൻ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈഡിൽ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ എമൗണ്ടുകളൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിലോ അവിടെ നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത് വർക്ക് ഇൻ പ്രോസസ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? 2 എണ്ണമാണ് വരിക, വർക്ക് സർട്ടിഫൈഡും അതേപോലെ വർക്ക് അൺസർട്ടിഫൈഡും. ഇതൊരു റിവിഷൻ ആണ്, നമ്മളെല്ലാം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് നമ്മൾ റിമൈൻഡ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വേറെ സാധനം കൂടി വരും. ഈ സൈഡിൽ എന്ത് വരും? നമ്മളോട് പറയണം മെറ്റീരിയൽ ഓൺ ഹാൻഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ അറ്റ് സൈറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് മെറ്റീരിയൽ. ഇതൊക്കെ ഒരേ മീനിങ് ആണ്. മെറ്റീരിയൽ ബാക്കിയുണ്ട്. നമ്മളിവിടെ മെറ്റീരിയൽ എത്ര യൂസ് ചെയ്തു അതിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ അവിടെ ബാക്കിയുണ്ട് എന്ന് പറയാം. അപ്പൊ അതൊക്കെ നമ്മൾ ഏത് സൈഡിൽ എഴുതണം? നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എല്ലാവർക്കും അറിയാം അല്ലെ? ഇനി ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോഷണൽ പ്രോഫിറ്റ് കിട്ടും. നോഷണൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഓർമ്മിക്കുക, വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100 നമ്മൾ ചെയ്ത് നോക്കും. വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100 ചെയ്ത് നോക്കും. അപ്പൊ നമുക്കൊരു പെർസെന്റേജ് കിട്ടും അല്ലെ? ആ പെർസെന്റേജിന് അനുസരിച്ചാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള നോഷണൽ പ്രോഫിറ്റിൽ നിന്നും എത്രത്തോളം നമ്മൾ P&L അക്കൗണ്ടിലേക്ക് മാറ്റണം, എത്രത്തോളം നമ്മൾ കണ്ടിൻജൻസീസിലേക്ക് മാറ്റണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് 25% താഴെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ നമ്മൾ എന്ത് ചെയ്യും? മൊത്തം എമൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റും? P&L അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ, 25% താഴെയാണ്. ഇനി 25% മുകളിലാണ്, എന്നാൽ 50% താഴെയാണെങ്കിൽ നമ്മൾ അവിടെ ഇക്വേഷൻ ചെയ്യും. 1/3 ഇൻറ്റു നമ്മളിവിടെ കണ്ടുപിടിച്ച ഈ ഒരു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് അല്ലെ? ഇനി അതല്ല 50% എബോവ് ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇത് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് മാറ്റും. അതിന്റെ റിമൈനിങ് പോർഷൻ നമ്മൾ പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റി വെക്കും അല്ലെ? ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? ഇനി 100% കംപ്ലീറ്റ് ആവുന്ന അവസരത്തിലോ നമ്മുടെ ഇവിടെ വർക്ക് സർട്ടിഫൈഡ് 1 ലക്ഷം രൂപയാണ്, കോൺട്രാക്ട് പ്രൈസും 1 ലക്ഷം രൂപയാണ്. അതിന്റെ അർത്ഥം നമ്മുടെ 100% വർക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായാൽ എൻ്റെയർ എമൗണ്ട് നമുക്ക് എങ്ങോട്ട് മാറ്റാം? P&L അക്കൗണ്ടിലേക്ക് മാറ്റാം. പിന്നെ അവിടെ ബാക്കി വെക്കേണ്ട ആവശ്യമില്ല, കാരണം കോൺട്രാക്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരു സാധനം ശ്രദ്ധിക്കേണ്ടത് ലോസ് ആണ്. ഏതെങ്കിലും സിറ്റുവേഷനിൽ ലോസ് വരികയാണെങ്കിൽ ആ ലോസ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി എങ്ങോട്ട് മാറ്റണം? P&L അക്കൗണ്ടിലേക്ക് മാറ്റണം. ലോസ് വരികയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി P&L അക്കൗണ്ടിലേക്ക് മാറ്റണം. അതെന്ത് ചെയ്യും? മൊത്തം P&L അക്കൗണ്ടിലേക്ക് മാറ്റണം, അല്ലാതെ അത് പ്രൊവിഷൻ ആക്കിയോ കാര്യങ്ങളൊന്നും നമ്മൾ വെക്കൂല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒന്നിൽ അധികം കോൺട്രാക്റ്റുകൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഒന്നും പേടിക്കേണ്ട. ഇപ്പൊ നമ്മൾ വരച്ച പോലെ തന്നെ
ജസ്റ്റ് ഒരു കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കുന്നു, അതിന് എമൗണ്ടിന്റെ ഇപ്പോൾ 2 കോൺട്രാക്റ്റുകളെ പറ്റി ഒരുമിച്ച് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 എമൗണ്ട് കോളം, ഡെബിറ്റിലും ക്രെഡിറ്റിലും 2 എമൗണ്ട് കോളം കൂടി അങ്ങോട്ട് വരയ്ക്കുന്നു. അത്രയേ ഉള്ളൂ അതിൽ വ്യത്യാസം വരുന്നത്. ഇനി നമ്മളോട് എന്ത് ചോദിക്കുകയാണ്? ഒരു കോൺട്രാക്ട് തന്നെ ഒന്നിലധികം വർഷങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇതാ ഒന്നാമത്തെ കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കും, കോൺട്രാക്ട് 1 അക്കൗണ്ട് വരയ്ക്കും. കോൺട്രാക്ട് 1 അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ എക്സ്പെൻസുകൾ, നമ്മുടെ മെറ്റീരിയൽ എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ എഴുതുന്നു. ഇവിടെ WIP, വർക്ക് ഇൻ പ്രോഗ്രസ്, വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും എഴുതുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആ നോഷണൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്രയാണ് P&L അക്കൗണ്ടിലേക്ക് ഉള്ളത്, എത്രയാണ് പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസിലേക്ക് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതാണ് കോൺട്രാക്ട് 1 അക്കൗണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കോൺട്രാക്ട് 2 അക്കൗണ്ട് വരയ്ക്കണം. കോൺട്രാക്ട് 2 അക്കൗണ്ട് വരയ്ക്കണം. സോറി, കോൺട്രാക്ട് 2 അല്ല, സെക്കൻഡ് ഇയർ ആണ് ഇത്. കോൺട്രാക്ട് ഫസ്റ്റ് ഇയർ ആണ്. കോൺട്രാക്ട് ഫസ്റ്റ് ഇയർ ആണ്. ഇതേ കോൺട്രാക്ടിന്റെ സെക്കൻഡ് ഇയർ, 2 വർഷം ചോദിച്ചുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ട് മാറ്റാനുണ്ടാവുക. ഒന്നാമത്തേത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് ഈ WIP ഉണ്ടല്ലോ, വർക്ക് സർട്ടിഫൈഡിന്റെയും വർക്ക് അൺസർട്ടിഫൈഡിന്റെയും കൂടി എമൗണ്ട്, അത് നമ്മൾ എങ്ങോട്ട് എഴുതണം? ഇതാ ഇവിടെ ഓപ്പണിംഗ് WIP എന്ന് പറഞ്ഞു എഴുതണം. അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു 2000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് WIP എന്ന് പറഞ്ഞ് 2000 എഴുതണം. എന്നതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസ് ഉണ്ടെങ്കിലോ, പ്രൊവിഷൻ ഒന്നാമത്തെ വർഷം പ്രൊവിഷൻ ആക്കി മാറ്റി വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ആ പ്രൊവിഷന് നമ്മൾ എഴുതണം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. അപ്പൊ നമ്മളിപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ടിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് ഒരു നോർമൽ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ടാമത്തത് ഒന്നിലധികം കോൺട്രാക്റ്റുകൾ ഒരേ സമയത്ത് ചോദിച്ചാൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലായി. മൂന്നാമത്തത് ഒരു കോൺട്രാക്ട് തന്നെ ഒന്നിലധികം വർഷങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അവിടെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ വർഷത്തെ ക്ലോസിംഗ് WIP നമ്മൾ രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗ് WIP ആക്കണം. ഒന്നാമത്തെ വർഷത്തെ പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എഴുതണം. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ഒരു എക്സാമിന്റെ ട്രെൻഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളോട് P&L അക്കൗണ്ട് കൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മളോട് P&L അക്കൗണ്ട് കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ P&L അക്കൗണ്ട് കൂടി വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോർമൽ നമ്മൾ വരച്ചിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് ഇല്ലേ, സോറി കോൺട്രാക്ട് അക്കൗണ്ടിങ് ഇല്ലേ, ഈ കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിൽ നിന്ന് നമ്മൾ അവിടെ ബാലൻസ് ആയിട്ട് വരുന്ന ഐറ്റം എങ്ങോട്ടാണ് മാറ്റുന്നത്? P&L അക്കൗണ്ടിലേക്കും പ്രൊവിഷനിലേക്കുമാണ്. അപ്പൊ P&L അക്കൗണ്ടിലേക്ക് മാറ്റിയ എമൗണ്ട് ഇല്ലേ, ഒന്ന് വൃത്തിയിൽ പറയാം. ഇതാ നമ്മളൊരു കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് P&L അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി 2000 രൂപ കിട്ടി. ഇതാണ് ഫൈനൽ ആൻസർ കിട്ടി. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ് P&L അക്കൗണ്ട് വരയ്ക്കണം. P&L അക്കൗണ്ട് വരയ്ക്കണം. കഴിഞ്ഞ എക്സാമിന് ഇങ്ങനെയാണ് ചോദിച്ചത്, P&L അക്കൗണ്ടും കൂടി വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ P&L അക്കൗണ്ട് കൂടി വരച്ചാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ P&L അക്കൗണ്ട് വരയ്ക്കുക. എല്ലാം കഴിഞ്ഞ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞി P&L അക്കൗണ്ട് ആയിരിക്കും. നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങൾ അത്രയൊന്നും വലുപ്പം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ കോൺട്രാക്ട് അക്കൗണ്ട് അല്ലേ, ഇവിടെ എന്താണ് ഈ എൻട്രി വായിക്കുക? കോൺട്രാക്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അക്കൗണ്ട്, അങ്ങനല്ലേ എൻട്രി. അപ്പൊ എങ്ങനെയൊക്കെ വരും? ഇവിടെ ഇൻകം അല്ലേ, നമുക്ക് പ്രോഫിറ്റ് അല്ലേ, അപ്പൊ ഇവിടെ വരും കോൺട്രാക്ട് അക്കൗണ്ട്. എത്ര? 2000. ഇത് മറന്നു പോയത്. അപ്പം കോൺട്രാക്ട് അക്കൗണ്ടിൽ എത്രയാണോ P&L അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് അത് നേരെ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടെഴുതുക. ഇനി രണ്ടാമത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ P&L അക്കൗണ്ട് വരയ്ക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ മിക്കവാറും കോൺട്രാക്ട് അക്കൗണ്ടിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളുടെ എന്തെങ്കിലും എന്താ പറയുക ലോസ് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മളോട് പറയും ഡിപ്രീസിയേഷൻ. മിക്കവാറും ഉണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇതാണ്, ഡിപ്രീസിയേഷൻ. നമ്മളോട് പറയും നമ്മുടെ കയ്യിൽ 2 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്, 2 ലക്ഷം രൂപ വാല്യൂ വരുന്ന അസറ്റ് ഉണ്ട്. എന്നാൽ ഇതിൽ 1,50,000 രൂപയുടെ അസറ്റ് മാത്രമേ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10%. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ട് അക്കൗണ്ടിൽ ഇവിടെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്ര എഴുതിയിട്ടുണ്ടാവുള്ളൂ? ഈ ഒരു 15,000 രൂപ മാത്രമേ നമ്മൾ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ആകെ നമ്മുടെ കമ്പനിയിൽ 15,000 രൂപ ഡിപ്രീസിയേഷൻ ഉള്ളൂ എന്നാണോ? അല്ല, നമുക്ക് ടോട്ടൽ 2 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. ആ 2 ലക്ഷം രൂപയുടെ അസറ്റിൽ 1.5 ലക്ഷം രൂപയുടെ അസറ്റ് മാത്രമേ നമ്മൾ കോൺട്രാക്റ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ കോൺട്രാക്റ്റിന് യൂസ് ചെയ്ത അസറ്റിന്റെ ഡിപ്രീസിയേഷൻ മാത്രമേ കോൺട്രാക്ട് അക്കൗണ്ടിൽ എടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ എടുത്തു. ഇനി ബാക്കിയുള്ള 50,000 രൂപയോ, ആ 50,000 രൂപയുടെ മേലെയും നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. എത്ര രൂപ വരും? 5,000 രൂപ. ഓക്കെ, ഈ 5,000 രൂപ നമ്മൾ എവിടെയാണ് എഴുതുക? ഇവിടെ നമ്മൾ P&L, കാരണം അത് കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ്, അത് P&L അക്കൗണ്ടിൽ എഴുതണം. കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ മറന്നുപോയത്. ഓക്കെ, ഇനി നമ്മളോട് അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് P&L അക്കൗണ്ട് അല്ല, ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ നമ്മളോട് ഇതിന്റെ മുന്നേ കോൺട്രാക്ട് അക്കൗണ്ട് ഒന്നും വരയ്ക്കേണ്ട, നമ്മളോട് കുറച്ച് ഐറ്റംസ് തന്നിട്ട് നമ്മളോട് പറഞ്ഞു ബാലൻസ് ഷീറ്റിൽ ഈ കോൺട്രാക്ട് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് എത്ര എമൗണ്ട് ആണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. വെറും 2 മാർക്കിനിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ എന്താ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിലാണ് കാണിക്കുക അല്ലെ. ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ഈ അസറ്റ് സൈഡിലായിരിക്കും എന്ത് കാണിക്കുക? നമ്മുടെ ഈ ഒരു കോൺട്രാക്ട് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട കാര്യം കാണിക്കുക. എന്തായിരിക്കും കാണിക്കുക? WIP, നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണോ ആ WIP നിങ്ങൾ എടുക്കുക.
ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് WEP എങ്കിൽ 2 ലക്ഷം രൂപ എഴുതുക. ഇതിൽ നിന്നും ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് ഒന്നും പറയാൻ സമയമില്ല, കാണാതെ പഠിക്കുക, ഓർത്ത് വെക്കുക. WEPയിൽ നിന്ന് നിങ്ങൾ 2 കാര്യങ്ങളാണ് മൈനസ് ചെയ്യേണ്ടതുണ്ടാവുക. ഒന്ന് പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസ്, അഥവാ റിസർവ് ആക്കി നമ്മൾ അവിടെ നമ്മുടെ നോഷണൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നോഷണൽ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് മാറ്റി, മറ്റൊരു പോർഷൻ നമ്മൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞ എഴുതി. ഈ പ്രൊവിഷൻ നിങ്ങൾ എവിടെ നിന്ന് മൈനസ് ചെയ്യണം? WEPയിൽ നിന്ന് മൈനസ് ചെയ്യണം. രണ്ടാമത്തെ നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത് ക്യാഷ് റിസീവ്ഡ് ആണ്. ഇത് രണ്ടും മൈനസ് ചെയ്ത് എത്രയാണോ ഫിഗർ കിട്ടുക അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ട ഫിഗർ. മനസ്സിലായോ? അപ്പൊ ക്വസ്റ്റിൽ ചിലപ്പോൾ എന്ത് മാത്രം ചോദിക്കും, ബാലൻസ് ഷീറ്റിൽ എത്രയാണ് എടുക്കുക എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ക്വസ്റ്റിൽ തന്നെ WEP എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഇൻ പ്രോഗ്രസ്, അഥവാ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കൂടി കൂട്ടിയതാണ് എന്ത്? WEP എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ആ WEP നിന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക, 2 കാര്യങ്ങൾ മൈനസ് ചെയ്യുക, ക്യാഷ് റിസീവ്ഡും അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസി എന്ന് പറയും, ചില സമയത്ത് റിസർവ് എന്നേക്കും പറയാം. അപ്പൊ പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസും അതേപോലെ തന്നെ ക്യാഷ് റിസീവ്ഡും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസി പറയുന്നതിന് പകരം റിസർവ് എന്ന് പറയും. ഇതാണ് എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി അതിന്റെ വർക്കിംഗ്സ് പറഞ്ഞു, എന്നാലും ശ്രദ്ധിക്കുക, ഈ ഒരു പർട്ടിക്കുലർ കോൺട്രാക്ടിന് വേണ്ടി യൂസ് ചെയ്ത അസറ്റിന്റെ മേലുള്ള ഡിപ്രീസിയേഷൻ മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് എടുക്കാൻ പാടുള്ളൂ. ചിലത് പറയും എന്തെന്നറിയോ, നമ്മൾ ഈ ഒരു കോൺട്രാക്ടിന് വേണ്ടി 6 മാസം മാത്രമേ ആ ഒരു അസറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ എത്ര മാസത്തേക്കേ കാണാൻ പാടുള്ളൂ? 6 മാസം. എന്നാൽ കഴിഞ്ഞ എക്സാമിനും ചെയ്തിട്ടുള്ളത് നിങ്ങളോട് തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളോട് പറയും നമ്മളുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്. 2022 ഏപ്രിൽ മുതൽ 2023 മാർച്ച് വരെ, അല്ലെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ വരെ, എന്തോ ആവട്ടെ, നമ്മളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന അന്ന്, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എന്നാണോ മാർച്ച് 31 ക്ലോസ് ചെയ്യുക, അന്ന് പറയും ഒരു മിഷനറി 1000 രൂപ വിലയുള്ള മിഷനറി നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ, നമ്മളുടെ ടോട്ടൽ മിഷനറി എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. 5000 രൂപയാണ് ടോട്ടൽ മിഷനറി. അപ്പൊ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? 5000 രൂപയുടെ മേലെ ഡിപ്രീസിയേഷൻ കാണണം. പക്ഷെ നമ്മളിത് അവിടെ നോക്കുന്ന നേരം കാണും 1000 രൂപയുടെ മിഷനറി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ സൈറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഡേറ്റ് നോക്കണം, എന്നാണ് സൈറ്റ് കൊണ്ടുവച്ചിട്ടത്? മാർച്ച് 31 തീയതിയാണ്. അഥവാ എല്ലാ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ഈ ഇയറിന്റെ അവസാനമാണ് കൊണ്ടുവെക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ വർഷം മൊത്തം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എന്ത് ചെയ്യരുത്? ഇവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്? 5000 മൈനസ് 1000, 4000ത്തിന്റെ മേലെ ഡിപ്രീസിയേഷൻ കാണാൻ നിൽക്കരുത് എന്നാണ് അവിടെ കൊണ്ടുവെക്കുന്നത്, സൈറ്റ് കൊണ്ടുവെക്കുന്നത് എന്നുള്ള കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി അതാണ് അപ്പൊ കോൺട്രാക്ട് അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളത്. കോൺട്രാക്ട് അക്കൗണ്ടിൽ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോൺട്രാക്ട് അക്കൗണ്ട് നല്ല രീതിയിൽ ഒന്ന് എടുത്തു നോക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ തന്നെ എന്തുണ്ട്? ഹോസ്പിറ്റലിന്റെ കേസ് ഉണ്ട്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കേസുകളുണ്ട്, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ഇവിടെ ലാസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ കോസ്റ്റ്, എല്ലാ കോസ്റ്റുകളും കൂടെ കൂട്ടുക, എല്ലാ കോസ്റ്റും കൂടെ കൂട്ടുക. ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് ബസ് ആണെങ്കിൽ ബസ്സിന്റെ കോസ്റ്റ് കൂട്ടുക, അല്ലെങ്കിൽ ഹോട്ടൽ ആണെങ്കിൽ ഹോട്ടലിന്റെ കോസ്റ്റ് കൂട്ടുക, അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ, എന്താവട്ടെ എല്ലാത്തിനും കോസ്റ്റ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലായിരിക്കും ഉണ്ടാവുക. ചിലത് ഇയറിൽ തന്നിട്ടുണ്ടാവും, ചിലത് മന്തിൽ തന്നിട്ടുണ്ടാവും, ചിലത് വീക്കിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് പല മിക്സ് ആക്കി കോളാക്കി തരും. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇവിടെ എല്ലാത്തിനും ഇയറിലേക്ക് മാറ്റണോ, എല്ലാത്തിനും മന്തിലേക്ക് മാറ്റണോ, എല്ലാത്തിനും വീക്കിലേക്ക് മാറ്റണോ? നിങ്ങൾ എങ്ങോട്ട് മാറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ അവസാനത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മാറ്റണം. അഥവാ നമ്മളോട് എത്ര ഡേയ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നോക്കുക. മിക്കവാറും ബസ്സിന്റെ കേസൊക്കെ അവിടെ പറയും 30 days ആണ് നമ്മളെ ബസ് റൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എല്ലാ കോസ്റ്റിനെയും എങ്ങോട്ടാണ് മാറ്റേണ്ടത്? 1 മന്തിലേക്കാണ് മാറ്റേണ്ടത്. ഇയറിൽ തന്നതിന് നമ്മൾ എങ്ങോട്ട് മാറ്റണം? മന്തിലേക്ക്. വീക്ക് തന്നതിന് നമ്മൾ എങ്ങോട്ട് മാറ്റണം? മന്തിലേക്ക്. കാരണം നമ്മൾ നോക്കേണ്ടത് എന്താണ് ഡേറ്റിനെ പറ്റി അവിടെ പറയുന്നത്, ബസ് എത്ര ദിവസം റണ്ണ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് എന്ന് നോക്കണം. ഓക്കെ, ഇനി അതേപോലെ ഹോട്ടലിന്റെ കേസൊക്കെ ആണെങ്കിൽ അവിടെ പറയും ഒരു വർഷം അങ്ങനെയൊക്കെയാണ്, ഒരു വർഷത്തിൽ ഇത്ര ദിവസമാണ് ഉള്ളത് എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ള കോസ്റ്റിനെയൊക്കെ നിങ്ങൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ഇയറിലേക്കാണ്. ഓക്കെ, പിന്നെ അവിടെ ഉള്ള ഒരു കേസാണ് എഫക്റ്റീവ് കിലോമീറ്റർ അഥവാ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന്റെ കേസിലൊക്കെ അവിടെ പറയുന്നുണ്ട്. അഥവാ നമ്മൾ കോസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ 1 ലക്ഷം രൂപയാണ്. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ അവിടെ കണ്ടുപിടിച്ചു പാസഞ്ചർ കിലോമീറ്റർ. ഓക്കെ, പാസഞ്ചർ അല്ല, നമ്മൾ ടൺ കിലോമീറ്റർ. നമ്മൾ ടോട്ടൽ 5 ടണ്ണാണ് കൊണ്ടുപോകുന്നത്. 5 ടണ്ണാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ കൊണ്ടുപോകുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, 10 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടാവും, 10 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 10 × 2 20 കിലോമീറ്റർ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൺ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 20 100 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ വരിക 1 ലക്ഷം / 100
എന്നുള്ളതാണ് ആൻസർ വരിക. 1,00,000 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് ആൻസർ വരിക. പക്ഷേ ഇവിടെ പറയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ കയ്യിൽ സാധനം ഉള്ളൂ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഗുഡ്സ് ഉള്ളൂ അല്ലെങ്കിൽ പാസഞ്ചർ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം കിലോമീറ്റർ നിങ്ങൾ എടുക്കേണ്ടത് ഇവിടെ 20 അല്ല, അവിടെ നിങ്ങൾ എടുക്കേണ്ടത് എഫക്റ്റീവ് കിലോമീറ്റർ ആണ്. അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ കയ്യിൽ എന്തുള്ളൂ, ഗുഡ്സ് ഉള്ളൂ അല്ലെങ്കിൽ പാസഞ്ചർ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എഫക്റ്റീവ് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പൊ ഇവിടെ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100 അല്ല വരിക, പിന്നെയോ 5 ടൺ ഇൻറ്റു 10 ആണ് എഫക്റ്റീവ് കിലോമീറ്റർ. അപ്പൊ 50 ആണ് വരിക. അപ്പൊ 1,00,000 ഡിവൈഡ് ബൈ 50 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. അപ്പൊ എഫക്റ്റീവ് കിലോമീറ്ററിന്റെ കേസ് പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഡാർക്ക് ആക്കാൻ വേണ്ടി, ഒന്നുകൂടെ അഡ്വാൻസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയും, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നതിന്റെ പൈസ ഫുള്ള് തരും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്, ഒരു ട്രക്കിന്റെ കേസ്. അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് പൈസ തരും, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ 20% മാത്രമേ പൈസ തരുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓക്കെ, ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൺ. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചു. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് തരും, അപ്പൊ 10 കിലോമീറ്റർ ആണ് അങ്ങോട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ആ കിലോമീറ്ററിന്റെ 20% മാത്രമേ തരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അഥവാ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ എടുക്കണം. ഇൻവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എടുക്കണം? 10 കിലോമീറ്റർ എടുക്കരുത്, അതിന്റെ 20% അഥവാ 2 മാത്രം എടുക്കുക. അങ്ങനെ ടോട്ടൽ എഫക്റ്റീവ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 12 ആണ് വരിക. 12. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നോക്കി വെക്കുക. അപ്പൊ ഇതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ വരുന്ന ഹോട്ടലിന്റെ ക്വസ്റ്റ്യൻ. നല്ല രീതിയിൽ നോക്കുക. ഓക്കെ, നിങ്ങൾ ഇത് നോക്കുക. ഇപ്പൊ തൊട്ട് മുന്നത്തെ എക്സാമിന് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലായിരുന്നു ചോദിച്ചത്. ഹോസ്പിറ്റലായിരുന്നു. ഹോട്ടലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ എന്ത് പറയാ, നമ്മുടെ ഈക്വലന്റ് റൂം ഡേയ്സിലേക്കൊക്കെ മാറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നല്ല രീതിയിൽ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഇനി അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അങ്ങനെയാണ്. കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല. ഓക്കെ, അടുത്തത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗിന് 16 മാർക്കിന് ചോദിക്കുന്നു പറഞ്ഞു. ഈ 16 മാർക്കിന് ചോദിക്കുക 2 തരത്തിലാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ബേസിക് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ലെവൽ അഥവാ ടേബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന്റെ, അഡ്വാൻസ് ലെവൽ എന്നല്ല, ഡിസിഷൻ മേക്കിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഡിസിഷൻ മേക്കിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വെക്കുക. അഥവാ നമ്മുടെ പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആയിരുന്നു. ഒന്ന് കൂടുതൽ ഇയർത്തെ ഡാറ്റ തന്നു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആയിരുന്നു ഇൻറ്റു 100. അതേപോലെ ബ്രേക്ക് ഇവൺ പോയിന്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആയിരുന്നു. ഡിസൈഡ് സെയിൽസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ചിലപ്പോൾ പല രീതിയിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്റെ ക്ലാസ് അല്ല, വേറെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. എന്താണെങ്കിൽ ഇക്വേഷൻ വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ നോക്കുക. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഇക്വേഷൻ ടോട്ടൽ സെയിൽസ് മൈനസ് ബി പി സെയിൽസ്. ഇത് ചിലപ്പോൾ ഒന്ന് തല തിരിച്ചോ മറിച്ചോ ഒക്കെ നമ്മളോട് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ ഇതിൽ നിന്നാണ് 8 മാർക്ക്. അഡ്വാൻസ് ലെവലിലേക്ക് അടുത്ത 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് നല്ല രീതിയിൽ നോക്കുക. അത് കുറെ ടൈപ്പ് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അല്ലെ. കാരണം അവിടെ ഷട്ട് ഡൗൺ ഡിസിഷൻ ഉണ്ട്, എക്സ്പോർട്ട് ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ പ്ലാന്റ് എക്സ്പാൻഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, വേറെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം കൂടി നമുക്ക് നോക്കാൻ കഴിയില്ല. എന്തായാലും മാർജിനൽ ക്വസ്റ്റ്യൻ 16 മാർക്കിന് ചോദിക്കും. ഏത് ഭാഗത്തു നിന്ന് ചോദിക്കുന്നു വെച്ചാൽ 8 മാർക്ക് എന്തായാലും ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ആ ബേസിക് ക്വസ്റ്റ്യൻ ഇക്വേഷൻ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കുക. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് എന്ത് മാത്രമേ ഉള്ളൂ, മെറ്റീരിയലും ലേബറും മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എസ്ക്യു. നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറെ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രോഡക്റ്റ് വെച്ച് പറയാം. എ ബി എന്ന് പറഞ്ഞാൽ 2 പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടിന്റെയും കൂടെ ടോട്ടൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇപ്പോൾ കിലോഗ്രാം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തരാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 10 കിലോഗ്രാം ആണ്. അതേപോലെ തന്നെ ഇവിടെയും 10 കിലോഗ്രാം ആണ്. ഓക്കെ, അഥവാ ടോട്ടൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാം ആണ്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുണ്ടാക്കാനുള്ളതാണ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ളതാണ്. എന്നിട്ട് നമ്മളോട് പറയാണ് ആക്ച്വൽ ഡാറ്റ. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ് ആക്ച്വലായിട്ട് നമ്മൾ 10 പ്രോഡക്റ്റ് ഉണ്ടാക്കി. ഇതന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. കഴിഞ്ഞ തവണയും ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അതിന്റെ മുന്നത്തെ തവണയൊക്കെ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, 10 എന്ത് തന്നു, ഔട്ട്പുട്ട് അവരെന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവർ പറയും 10 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ 150 കിലോഗ്രാമും അതേപോലെ തന്നെ ഇവിടെ ഒരു 100 കിലോഗ്രാമും അങ്ങനെ ടോട്ടൽ 250 കിലോഗ്രാം അവർ യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ആൻസറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം, സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ പ്രൈസ്, അതൊന്നും കുഴപ്പമില്ല. അത് ഡയറക്റ്റ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ പറ്റും. നമുക്ക് പ്രശ്നം വരുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിരിക്കും. ആക്ച്വൽ ക്വാണ്ടിറ്റിയും ബുദ്ധിമുട്ടില്ല. ഏതാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഔട്ട്പുട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ നോക്കേണ്ടത് ഔട്ട്പുട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഔട്ട്പുട്ട് 10 എണ്ണത്തിനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് എഴുതാം എ ബി. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 150, നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 150 and 100 അഥവാ ടോട്ടൽ ഇൻപുട്ട് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 250 ആണ് വരുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്ര തന്നെ ഇരിക്കണം? 10 തന്നെ ഇരിക്കണം. പക്ഷെ ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് നോക്കുക, ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് എത്ര യൂണിറ്റിൻ്റെതാണ്? 1 യൂണിറ്റിൻ്റെതാണ് തന്നിട്ടുള്ളത്. 1 യൂണിറ്റിൻ്റെതാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിട്ടുള്ള ഈ 10 കിലോഗ്രാമിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം മക്കളെ? 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ? ഓക്കെ, 10 എണ്ണത്തിൽ ഒന്നുണ്ടാക്കാനാണ് 10 കിലോഗ്രാം, ഒന്നുണ്ടാക്കാനാണ് 10 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 10 എണ്ണം ഉണ്ടാക്കാൻ എത്ര ആയിരിക്കും വരിക? 10 എണ്ണം ഉണ്ടാക്കാൻ 100 ആയിരിക്കും വരിക. ഒന്നുണ്ടാക്കാനാണ് 10. അടുത്തത് അഗെയിൻ ബി ആണെങ്കിലും ഒന്നുണ്ടാക്കാനാണ് 10, അപ്പൊ 100 വരും. അങ്ങനെയാണ് ടോട്ടൽ ഇൻപുട്ട് വരിക 200 ആണ്. ഇപ്പൊ കണ്ടോ രണ്ടിന്റെ ഔട്ട്പുട്ട് എന്താണ്? സെയിം ആണ്, 10 10. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ 1 and 10 ആയിരിക്കും. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രക്ചർ ആക്കി അവർ തരില്ല. പക്ഷെ നിങ്ങൾ നോക്കുക, രണ്ട് ആക്ച്വലും സ്റ്റാൻഡേർഡും ഔട്ട്പുട്ട് സെയിം ആണോ നോക്കുക. അല്ല, അത് മാറ്റി കൊടുക്കുക. ബാക്കിയൊന്നും നിങ്ങൾക്ക് ഇവിടെ പേടിക്കാനൊന്നുമില്ല. ഇനി അടുത്തത് വരുന്നത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, RSQ ആണ്. RSQ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിന്റെ ബേസിലാണ് ചെയ്യുക? മറന്നു പോയിട്ട് നമ്മൾ ചെയ്യുക ഇൻപുട്ടിന്റെ ബേസിലാണ്. ഇൻപുട്ടിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ RSQ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ RSQ എങ്ങനെ ഇരിക്കും ചെയ്യുക? ഇവിടെ ടോട്ടൽ AQ 250 ആണ്. ടോട്ടൽ AQ 250 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ SQ എന്ന് പറഞ്ഞാൽ 200 ആണ്. ഇൻറ്റു SQ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രപ്പോർഷൻ ചെയ്യുക. 250 ഡിവൈഡ് ബൈ 200 ഇൻറ്റു 100 125 ആണ് എന്ത് വരിക? RSQ വരിക ഈ ഒരു കേസിൽ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക എന്താണ് നമ്മളുടെ SQ അഥവാ SQ നമ്മൾ കാണുന്നത് ഔട്ട്പുട്ട് ആണ്, ഔട്ട്പുട്ടിന്റെ ബേസിലാണ്. അതേപോലെ തന്നെ RSQ നമ്മൾ കാണാൻ പോകുന്നത് എന്തിന്റെ ബേസിലാണ്? ഇൻപുട്ടിന്റെ ബേസിലാണ്. ഇൻപുട്ടിൽ ചേഞ്ച് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ടാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ നമ്മളുടെ എന്താ പറയുക തരം ക്വസ്റ്റ്യൻ. ഇനി ഒന്നുകൂടെ അഡ്വാൻസ് ലെവലിലാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു തരത്തിലേക്കും തരിക. അഥവാ ഇവിടെ നിങ്ങൾക്ക് എന്ത് തരൂല? ഇങ്ങനെ കിലോഗ്രാം തരൂല. ഇതാ ഇവിടെ ഇതിന് പകരം ഇവിടെ ഇങ്ങനെ തന്നിട്ടുള്ളതിന് പകരം നിങ്ങളോട് പറയും സ്റ്റാൻഡേർഡ് ആക്ച്വൽ ഡാറ്റ ഒക്കെ നിങ്ങൾക്ക് തരും. ആക്ച്വൽ ഡാറ്റ ഒക്കെ നിങ്ങൾക്ക് തരും. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡാറ്റ നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. നിങ്ങളോട് പറയും സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% എയും 50% ബിയുമാണ്. എന്തിന്റെ 50%? ആ ക്വസ്റ്റ്യനിൽ തരൂല. പക്ഷെ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ലോജിക് തന്നെ ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 250 ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 10 ആണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരു ഫോം അങ്ങോട്ട് വരച്ചു വെക്കുക. എന്നിട്ട് ഒറ്റയടിക്ക് ഇവിടെ എത്രയാണ് ഔട്ട്പുട്ട് നോക്കുക. ഇവിടെ എത്ര ഔട്ട്പുട്ട്? 10. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഔട്ട്പുട്ട് വരിക? ഇവിടെയും 10. അതെന്താ അങ്ങനെ? ആക്ച്വൽ ഔട്ട്പുട്ടും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും ആൻസറിൽ എപ്പോഴും സെയിം ആയിരിക്കും. ആൻസറിൽ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും സെയിം ആയിരിക്കും. അതാണ് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമാറ്റ് വരയ്ക്കുക, ഔട്ട്പുട്ട് അവിടെ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആലോചിച്ച് നോക്ക്, ഇവിടെ ഔട്ട്പുട്ട് എത്രയാണ്? 10 ആണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ലോസ് സംഭവിച്ചിട്ടുണ്ടാവും. നോർമൽ ലോസ് പറഞ്ഞിട്ടുണ്ടാവും 10%. എക്സാമ്പിൾ 10% അല്ല 5% അങ്ങനെയൊക്കെയും പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 100%. ഇതൊന്ന് ലോസ് പോയിട്ടുള്ളതാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 90%. കാരണം 10% ലോസ് ഉണ്ട്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്, അത് 90% ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക? ഇൻറ്റു 100ലേക്ക് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അതിനെ ഇൻറ്റു 100ലേക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര വരും? അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ഞാൻ ചെറുങ്ങനെ ഒന്ന് മാറ്റുന്നുണ്ട്, കറക്റ്റ് സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഔട്ട്പുട്ട് ഉദാഹരണത്തിന് 200 ആണെന്ന് വിചാരിച്ചു. 200. ഓക്കെ, 200. അപ്പൊ നമുക്ക് ഇവിടെ 200 ആക്കാം. 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ആണ്. ഇൻറ്റു 100ലേക്ക് പോറ്റിയാൽ നമുക്ക് മനസ്സിലാവും ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 222 ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ എ എന്ന് പറഞ്ഞാൽ 50%, ബി എന്ന് പറഞ്ഞാൽ 50%. എന്തിന്റെ? ഇൻപുട്ടിന്റെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയും വരിക? 111. മനസ്സിലായോ? അപ്പൊ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പെർസെന്റേജ് ഒരു ക്വസ്റ്റ്യനിൽ തന്നാലും ശ്രദ്ധിക്കേണ്ടത് എന്തേ ഉള്ളൂ? ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും സെയിം ആയിരിക്കും. അപ്പൊ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒരു എന്താ പറയാ നോളജ് റിവിഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അത് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ നമ്മളുടെ അടുത്തൊരു ഐറ്റം ആണെന്ത്? ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്, ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അടുത്ത ഐറ്റം നിങ്ങൾ നോക്കി വെക്കേണ്ടത് റീകൺസിലിയേഷൻ ആണ്. റീകൺസിലിയേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് വിത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, എന്ന് പറഞ്ഞു ചെയ്തു. അതിന്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യും? കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ ലെസ് ചെയ്യാനുണ്ട്. എന്താണ് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെയും പ്രോഫിറ്റ് നമ്മൾ സെയിം ആക്കാൻ പോവാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിട്ടുള്ള എക്സ്പെൻസുകൾ, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എഴുതാത്ത എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് പറയാം എക്സ്പെൻസ് ഓൺലി റെക്കോർഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം റെക്കോർഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. എന്ത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം റെക്കോർഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാക്സ് ആവാം,
ഇപ്പം ചിലപ്പോൾ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ചിലപ്പോൾ വ്യത്യാസമുള്ളതാവാം, അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് പെയ്ഡ് ഇങ്ങനത്തൊക്കെ എവിടെ മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം. അപ്പൊ ഈ എക്സ്പെൻസുകൾ, അപ്പൊ എന്താ ലൈൻ ആലോചിച്ച് നോക്കുക, എക്സ്പെൻസ് ഓൺലി റെക്കോർഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം എഴുതിയ എക്സ്പെൻസ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യുക. ഇത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഇത് മാത്രം ആലോചിച്ച് വെച്ചാൽ 4 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. എന്താണ്? എടാ അവിടെ എക്സ്പെൻസ് പറഞ്ഞില്ലേ, എക്സ്പെൻസ് ഓൺലി റെക്കോർഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. അപ്പൊ എക്സ്പെൻസ് നമ്മൾ ആഡ് ആണ് ചെയ്തത്. അപ്പൊ ഇൻകം എന്തെങ്കിലും ചെയ്യാം, ഇൻകം ഓൺലി റെക്കോർഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, അതെന്തെങ്കിലും ചെയ്യാം. അഥവാ ഡിവിഡൻഡ് റിസീവ്ഡ്, ഈ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫീ അങ്ങനത്തെ ഇൻകം ആയിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. കാരണം എക്സ്പെൻസ് ആഡ് ബാക്ക് ആണ്. അപ്പൊ ഇൻകം എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം എടുത്തിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇനി ആലോചിച്ച് നോക്ക്. ഓക്കെ, ഇവിടെ പറഞ്ഞു എക്സ്പെൻസ് ഓൺലി റെക്കോർഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇൻകം എവിടെ? ഓൺലി റെക്കോർഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സിൽ എഴുതിയിട്ടുള്ള ഇൻകം ആണെങ്കിലോ അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്താ? ഇവിടെ എക്സ്പെൻസ് ഏത്? ഓൺലി റെക്കോർഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പൊ 4 എണ്ണയില്ലേ? നോക്ക്. അപ്പൊ ഒന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ്? എക്സ്പെൻസ് ഓൺലി റെക്കോർഡഡ് ഇൻ ഇത്. അതിന്റെ ഓപ്പോസിറ്റ് നോക്കിയിട്ട് ബാക്കിയുള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റീകൺസിലേഷൻ ക്വസ്റ്റ്യൻ വന്നത് എന്തായാലും ഉണ്ടാവും. ഇനി പറയാൻ പോകുന്ന ആയിട്ട് എന്തായാലും ഉണ്ടാവും. ചില ആൾക്കാരെ മനസ്സിലേക്ക് അത് വന്നിട്ടുണ്ടാവും. എന്താണ്? അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും. അപ്പൊ അണ്ടർ അബ്സോർപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഓവർ അബ്സോർപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. അണ്ടർ അബ്സോർപ്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു, ഓവർ അബ്സോർപ്ഷൻ. അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇനി പറയാൻ സമയമില്ല. ആലോചിച്ച് നോക്കുക. അണ്ടർ അബ്സോർപ്ഷൻ ആഡ് ചെയ്യുക, ഓവർ അബ്സോർപ്ഷൻ ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് നമുക്ക് കിട്ടും. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത്? റീകൺസിലിയേഷന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വരിക. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡ് ആണ്. ശ്രദ്ധിക്കുക, ഓവർ ഹെഡ് ആണ്. ഓവർ ഹെഡ് ചിലപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഭാഗം എന്ത് ചെയ്യും? എക്സാമിന് വരും, സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു ഭാഗമാണ് സപ്ലിമെന്ററി ഓവർ ഹെഡ് റേറ്റ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ സപ്ലിമെന്ററി ഓവർ ഹെഡ് റേറ്റ് ചിലപ്പോൾ വലിയ മാർക്കിന് ചോദിക്കും, ചിലപ്പോൾ 2 മാർക്കിന് MCQലൊക്കെ ഇത് കയറി വരും. ഓക്കെ, അഥവാ നമ്മളോട് പറയും നമ്മളുടെ എന്താ പറയുക, WIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപയാണ്. നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപയാണ്. 2500 രൂപയാണ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ 2500 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ടോട്ടൽ എത്ര വരുന്നത്? ഇതെല്ലാം കൂടി കൂട്ടിയാൽ ടോട്ടൽ എത്ര? 10,000 ആണ്. എന്നിട്ട് നമ്മളോട് പറയും നമ്മുടെ ഓവർ ഹെഡ് റിക്കവേർഡ്, നമ്മൾ ഓവർ ഹെഡ് റിക്കവർ ചെയ്തിട്ടുള്ളത് ഒരു 1000 രൂപയാണ്. ഓവർ ഹെഡ് റിക്കവർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പല പേരിൽ പറയാം. ഓവർ ഹെഡ് റിക്കവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയും. ശ്രദ്ധിക്കുക, ഓവർ ഹെഡ് റിക്കവേർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഓവർ ഹെഡ് റെക്കോർഡഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഓവർ ഹെഡ് അബ്സോർബഡ് എന്ന് പറയും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തരും, കൺഫ്യൂഷൻ ആക്കാൻ. എന്തൊക്കെ പറയും? ഇതിന്റെ പല പേരുകൾ. ഓവർ ഹെഡ് റെക്കോർഡ് ചെയ്തു, ഞാൻ റെക്കോർഡ് ചെയ്ത ഓവർ ഹെഡ്. ഓവർ റിക്കവർ ചെയ്തു, ഞാൻ റിക്കവർ ചെയ്ത ഓവർ ഹെഡ് ഞാൻ അബ്സോർബ് ചെയ്തു. ഒക്കെ സെയിം ആണ്. അപ്പൊ ഞാൻ 1000 രൂപയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചത് ഓവർ ഹെഡ്. എന്നാൽ ആക്ച്വൽ ഓവർ ഹെഡ് ചിലപ്പോൾ ആക്ച്വൽ ഓവർ ഹെഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഓവർ ഹെഡ് ഇൻകേർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് മാത്രം പറയും? മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്ന് മാത്രം അങ്ങോട്ട് പറയും. അഥവാ ഓവർ ഹെഡ് ശരിക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപയാണ്. അപ്പൊ അവിടെ എന്താ പ്രശ്നം? എന്താ? അണ്ടർ അബ്സോർപ്ഷൻ അല്ലെ? അണ്ടർ അബ്സോർപ്ഷൻ. എങ്ങനെയാണ്? അണ്ടർ അബ്സോർപ്ഷൻ ആണോ ഓവർ അബ്സോർപ്ഷൻ ആണോ എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒറ്റ കാര്യം, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഒറ്റ കാര്യം മാത്രം നോക്കി കഴിഞ്ഞാൽ മതി. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് കുറവാണോ കൂടുതലാണോ എന്ന് ആലോചിച്ചത്. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച്, അതാണല്ലോ തെറ്റും ശരിയാവുക. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാലേ ശരിക്കും എത്ര വന്നു എന്നുള്ളത് ഓക്കെ, അത് നമുക്ക് പിന്നീടാണ് അറിയാം. ഞാൻ ഈ കോസ്റ്റ് ഒക്കെ സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്ത് വെക്കും? എസ്റ്റിമേഷന്റെ പുറത്ത് ഞാൻ ഒരു എമൗണ്ട് അബ്സോർബ് ചെയ്ത് വെക്കും. അതാണ് 1000 രൂപ. ഇത് കുറവാണോ? അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അണ്ടർ അബ്സോർപ്ഷൻ. ഇത് കുറവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അണ്ടർ അബ്സോർപ്ഷൻ. അപ്പൊ ഞാൻ എഴുതി വെച്ചത്, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് കൂടിപ്പോയെങ്കിലോ? അപ്പൊ ഞാൻ ഓവറാണ്, ഓവർ അബ്സോർപ്ഷൻ. ഞാൻ എഴുതി വെച്ചത് കുറവാണെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ, ഞാൻ എഴുതി വെച്ചത് കൂടുതലാണെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ. അപ്പൊ അണ്ടർ അബ്സോർപ്ഷൻ ആണെങ്കിൽ ഇവിടെ എന്ത് ചോദിക്കും? ഓക്കെ, ഇവിടെ നമ്മൾ സപ്ലിമെന്ററി ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ പറയും. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? സപ്ലിമെന്ററി ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ പറയും. അതിന്റെ അർത്ഥം ഈ 500 രൂപയെ നമ്മൾ ഇവർക്ക് ചാർജ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒന്നുമില്ലാതെ 500 രൂപയല്ലേ അണ്ടർ അബ്സോർപ്ഷൻ, ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടി? 10,000. ഓക്കെ, അപ്പൊ 500 ഡിവൈഡഡ് ബൈ 10,000 സപ്ലിമെന്ററി ഓവർ ഹെഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.05. ഒരു എക്സാമിന് ഇത് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വരെ നിങ്ങൾ ചെയ്താൽ മതി. സപ്ലിമെന്ററി ഓവർ ഹെഡ് റേറ്റ് എത്രയാണ് ക്വസ്റ്റ്യൻ? MCQ. ഓക്കെ, അപ്പൊ 0.05 ആണ്. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിച്ചത്? നമ്മുടെ ആദ്യം അണ്ടർ അബ്സോർപ്ഷൻ എമൗണ്ട് എത്ര കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ ഇവിടെ തന്നിട്ടുള്ള എല്ലാം കൂടി കൂട്ടി. ഓക്കെ, അഥവാ ഇതുവരെ വന്നിട്ടുള്ള കോസ്റ്റിലും കൂടി നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെയും കടന്ന് വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് പറയുന്നത് ഈ 500 രൂപ, അങ്ങനെയാണെങ്കിൽ ഈ അണ്ടർ അബ്സോർപ്ഷൻ ഉള്ള ഈ 500 രൂപയെ നമ്മൾ എന്ത് ചെയ്യും? വേർഡ് ഇങ്ങനെ വരിക, ഡിസ്പോസൽ ഓഫ്
ഡിസ്പോസൽ ഓഫ് അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ്. അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് ഇങ്ങനെയൊക്കെയും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ഒരു അണ്ടർ അബ്സോർബ്ഡ് ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും ഈ 500 രൂപയെ? അപ്പൊ ഈ 500 രൂപയെ നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങൾ തിയറിയാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. രണ്ടാമത്തത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ടു കറന്റ് ഇയർ P&L അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്താണ്, ക്യാരി ഫോർവേഡിങ് ടു നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് നമ്മൾ ഈ 500 രൂപ അണ്ടർ അബ്സോർപ്ഷൻ വന്ന 500 രൂപയെ നമ്മൾ അടുത്ത വർഷത്തേക്ക് അങ്ങോട്ട് ചാർജ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡെബിറ്റഡ് ടു, ഈ വർഷത്തെ ഡെബിറ്റഡ് ടു കറന്റ് ഇയർ P&L അക്കൗണ്ട്, ഈ വർഷത്തെ P&L അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. മൂന്നാമത്തതാണ് എന്ത്, അപ്ലൈയിങ് സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ്. സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ് അഥവാ ഈ ഒരു റേറ്റ് ഉണ്ടല്ലോ, നമ്മളിവിടെ കണ്ടുപിടിച്ച സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ്, ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. എന്താണ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടെ 5000 അല്ലേ, ഈ 5000ത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ 500 രൂപയെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കും. ഈ 500 രൂപയെ നമ്മൾ ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അഥവാ 5000 × 0.05. ഓക്കെ, 2500 × 0.05, 2500 × 0.05. ഓക്കെ, ഇവിടേക്ക് എത്ര വരും, 250 രൂപ വരും. ഇവിടേക്ക് എത്ര രൂപ വരും, 250 പകുതി 125 വരും. ഇവിടേക്ക് എത്ര വരും, 125. അങ്ങനെ ടോട്ടൽ ഈ 500 രൂപയെ നമ്മൾ എങ്ങോട്ട് ചാർജ് ചെയ്ത് കൊടുക്കും, ഇങ്ങോട്ട്. ഇതും കൂടെ എഴുതി വെക്കണം. അപ്പൊ 3 സപ്ലിമെന്ററി ഓവർഹെഡ്. ചെറിയ സംബന്ധിച്ച് ചോദിക്കുകയാണ്, റിക്കവറി റേറ്റ് മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. വലിയ രീതിയിൽ ചോദിക്കുകയാണ്, ഈ എമൗണ്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു ചോദിക്കും. ഫസ്റ്റ് 2 തിയറി ഒക്കെ എഴുതി വെക്കുക. കറണ്ട് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, P&L അക്കൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മൂന്നാമത്തെ സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ഓവർഹെഡ് റേറ്റിൽ അത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അണ്ടർ അബ്സോർപ്ഷൻ. ഓക്കെ, പിന്നെ ഒന്നും മൈൻഡിൽ വരുന്നില്ല. ഓക്കെ, ഓവർഹെഡ്. ഇനി രണ്ടാമത്തത് ഓവർഹെഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇതാണ് ഓവർഹെഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. രണ്ടാമത്തെ ഒരു സംഭവമാണ് മെഷീൻ ഹവർ റേറ്റ്. എന്താണ് മെഷീൻ ഹവർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു മണിക്കൂറിന് മെഷീൻ ഹവർ റേറ്റ് എത്രയാണ് കണ്ടുപിടിക്കണം. അഥവാ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പെൻസിനെ 2 ആക്കി തിരിക്കുന്നു. സ്റ്റാൻഡിംഗ് ചാർജ് എന്നും മെഷീൻ എക്സ്പെൻസ് എന്നും. സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ വരുന്ന എക്സ്പെൻസുകൾ, റെന്റ്, ലൈറ്റിംഗ് ചാർജ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മെഷീനുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ. ഓക്കെ, അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, സാധാ പോലെ ഇരുന്നു. എന്നിട്ട് എത്ര മണിക്കൂറാണ് ഉള്ളത് നോക്കുന്നു, ആ മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, മെഷീൻ ഹവർ റേറ്റ് കിട്ടി. ഓക്കെ, അവിടെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിംഗ് ചാർജ് കാണുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഒരു മന്തിലേക്കുള്ള ഡാറ്റ ആയിരിക്കും. അപ്പോൾ ഒരു മന്തിലേക്കുള്ളത് ചെയ്തിട്ട് അവസാനം ഹവർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി, അല്ല ഓരോന്ന് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് ഓവർഹെഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഇതെന്നാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. അപ്പൊ 3 കാര്യത്തിൽ നിന്നാണ് ഓവർഹെഡ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്. ഒന്നാമത്തത് സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ്, രണ്ടാമത്തെ മെഷീൻ ഹവർ റേറ്റ്, മൂന്നാമത്തത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. അഥവാ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. എക്സ് വൈക്ക് എന്ത് ചെയ്യുന്നു, 10% കൊടുക്കുന്നു, വൈ എക്സിന് 20% കൊടുക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ലൈവ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാനുള്ള സമയം നമുക്കില്ല, നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള ക്ഷമയും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഗതിയാണ്. ആ ഒരു സംഭവം നോക്കി വെക്കുക. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, മെഷീൻ ഹവർ റേറ്റ്, അതേപോലെ സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ്. സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ് ഞാൻ ഇപ്പൊ തന്നെ അവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. മറ്റു രണ്ടും നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഏതൊക്കെ ചാപ്റ്റർ പറഞ്ഞു, നമ്മുടെ കോൺട്രാക്ട് കോസ്റ്റിംഗ് പറഞ്ഞു, ഓപ്പറേറ്റിംഗ് പറഞ്ഞു, മാർജിനൽ പറഞ്ഞു, സ്റ്റാൻഡേർഡ് പറഞ്ഞു, അടുത്തത് ഓവർഹെഡ് പറഞ്ഞു, അടുത്തത് ലേബർ കോസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൾസി മെത്തേഡും റോവൺ മെത്തേഡും കൂടി വരുന്ന, മിക്സ് ആയി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹാൾസി മെത്തേഡും റോവൺ മെത്തേഡും കൂടെ മിക്സ് ആയി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ ലേബർ ടേൺ ഓവറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലേബർ ടേൺ ഓവറിൽ 2 തരത്തിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വലിയ ഒരു ക്വസ്റ്റ്യൻ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നിട്ട് എത്രയാണ് കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺട്രിബ്യൂഷൻ നഷ്ടപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് ലേബർ ടേൺ ഓവർ റേഷ്യോസ്, കുറച്ച് എന്താ പറയാ, നമ്പർ ഓഫ് അഡീഷൻ മെത്തേഡ്, നമ്പർ ഓഫ് സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മെത്തേഡുകളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഹാൾസി, റോവൺ, ഇതൊക്കെ അല്ലെ. അപ്പൊ ഇതിൽ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ചോദിച്ചതാണ്. കഴിഞ്ഞ തൊട്ട് മുന്നത്തെ എക്സാമിന് എഴുതി ചോദിച്ചതാണ്. എത്ര രൂപയാണ് കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ചെയ്തത് നമ്മൾ ടെക്സ്റ്റിലത്തെ ഒരു ക്വസ്റ്റ്യൻ, അത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, എമൗണ്ട് മാറ്റിയിട്ട്. അപ്പൊ ഇവിടെ ചിലപ്പോൾ ചാൻസ് ഉള്ളത് എന്തിനായിരിക്കും, ഈ ഒരു നമ്മുടെ ആ ഇക്വേഷനോ അല്ലെങ്കിൽ എന്തിനായിരിക്കും ഹാൾസിയും റോവനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനോ. പിന്നെ ബോണസ് ഒക്കെ ഉണ്ട്, ചിലപ്പോൾ അതിലേക്കൊക്കെ പോകാൻ നമുക്ക് പറയാൻ പറ്റൂല ലേബറിന്റെ. എന്നാലും ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കി വെക്കുക. ഹാൾസിയും റോവനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അഥവാ ഒരാൾക്ക് എന്തെങ്കിലും വിഷ്ണു ശിവ അങ്ങനെ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരാൾക്ക് എന്തായാലും എന്താ കൊടുക്കുന്നത്, ഹാൾസി മെത്തേഡ് പ്രകാരമാണ് വേജസ് കൊടുക്കുന്നത്, മറ്റൊരാൾക്ക് റോവൺ മെത്തേഡ് പ്രകാരമാണ് വേജ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരാൾക്ക് ലാസ്റ്റിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ഒരാൾക്ക് ഹാൽസി മെത്തേഡ് പ്രകാരവും മറ്റൊരാൾക്ക് റോവൻ മെത്തേഡ് പ്രകാരം ടെക്സ്റ്റിലേക്ക് ലാസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഇല്ലസ്ട്രേഷൻ 19, 20 ആ ഒരു ഭാഗത്ത് എവിടെയാണ് വരുന്നത് മറന്നുപോയി. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ലേബർ കോസ്റ്റ് എന്നുള്ള അതിൽ നോക്കി, എംപ്ലോയി കോസ്റ്റ് എന്നുള്ള ഇതിൽ നോക്കി വെക്കുക. രണ്ടാമത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു MCQ പറഞ്ഞു തരാം. അഥവാ ഇവിടെ നമ്മളോട് ചോദിക്കും ഓവർ ടൈം പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ് ലേബർ കോസ്റ്റിൽ എടുക്കോ ഇല്ലേ എന്നുള്ള തരത്തിലൊരു ക്വസ്റ്റ്യൻ വരും. പല രീതിയിൽ അത് വളഞ്ഞു തിരിഞ്ഞ് ചോദിക്കാം. MCQ ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ളതായിരിക്കും. അപ്പോൾ ഓവർ ടൈം പെയ്ഡ് നമ്മൾ അവിടെ CA7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. CA കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 നമ്മുടെ എന്താ പറയാ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റിനും കഴിഞ്ഞതിന് ശേഷം, എംപ്ലോയി കോസ്റ്റിലെ എല്ലാ ക്വസ്റ്റിനും കഴിഞ്ഞതിന് ശേഷം പിന്നെ CA7ന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് എംപ്ലോയി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ പഠിക്കുന്നുണ്ട് ഓവർ ടൈം പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കാൻ പാടില്ല, എംപ്ലോയി കോസ്റ്റ് എടുക്കാൻ പാടില്ല. അതേപോലെ ട്രെയിനിങ്, ഇതും ചിലപ്പോൾ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് വരും. ട്രെയിനിങ് കോസ്റ്റ് ഇതും നമ്മൾ എന്താക്കി എടുക്കാൻ പാടില്ല, എംപ്ലോയി കോസ്റ്റ് ആക്കി എടുക്കാൻ പാടില്ല. ഓവർ ടൈം പെയ്ഡ് പിന്നെ എവിടെയാ വരിക, അത് ഓവർ ഹെഡിലാണ് വരിക. ഓവർ ടൈം ശ്രദ്ധിക്കുക, ഓവർ ടൈം പെയ്ഡ് എന്ന് പറഞ്ഞാൽ CA7 പ്രകാരം എവിടെയാണ് വരിക, ഓവർ ഹെഡിലാണ് വരിക. അതേപോലെ ട്രെയിനിങ് കോസ്റ്റ് നമുക്ക് അത് കാണുമ്പോൾ തോന്നും ട്രെയിനിങ് കോസ്റ്റ് ഒക്കെ എംപ്ലോയീസിന് കൊടുക്കുന്നതല്ലേ. അല്ല, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ട്രെയിനിങ് കോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ എടുക്കാൻ പാടില്ല. ഓക്കെ, എംപ്ലോയി കോസ്റ്റിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു എംപ്ലോയിന്റെ മേലെ എന്തൊക്കെ കോസ്റ്റ് വരുന്നു അതൊക്കെ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടി. കാരണം ഒരു എംപ്ലോയിക്ക് അക്കോമഡേഷൻ കൊടുത്തു, അത് എംപ്ലോയി കോസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം. സാലറി പലതരത്തിൽ ബേസിക് പേ എന്ന് പറഞ്ഞു കൊടുക്കും. അതേപോലെ ഫെസ്റ്റിവൽ ബോണസ് കൊടുത്തു എന്ന് പറയാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, എംപ്ലോയി കോസ്റ്റ് ആക്കി എടുക്കണം. എന്നാൽ അഡ്വാൻസ് കൊടുത്തു, അഡ്വാൻസ് ഫോർ ഫെസ്റ്റിവൽ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കി എടുക്കാൻ പാടില്ല, എംപ്ലോയി കോസ്റ്റ് ആക്കി എടുക്കാൻ പാടില്ല. അഡ്വാൻസ് ഫോർ ഫെസ്റ്റിവൽ ബോണസ് എന്ന് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല, ഫെസ്റ്റിവൽ ബോണസ് എന്ന് പറഞ്ഞാൽ എടുക്കണം. ട്രെയിനിങ് കോസ്റ്റ് നിങ്ങൾ എടുക്കാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും റിക്കവറബിൾ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അതും എടുക്കാൻ പാടില്ല. അപ്പൊ അക്കോമഡേഷൻ നമ്മൾ കൊടുത്തു, ഒരു എംപ്ലോയിക്ക് അക്കോമഡേഷൻ കൊടുത്തു, പിന്നെ പറയാണ് 10,000 രൂപയാണ് അക്കോമഡേഷൻ, അതിൽ 2,000 രൂപ അയാൾ തരും, എംപ്ലോയി തരും എന്ന് പറയുകയാണെങ്കിലോ നമ്മൾ എടുക്കാൻ പാടില്ല. എംപ്ലോയി, കാരണം അത് എംപ്ലോയിന്റെ നമുക്ക് വരുന്ന എക്സ്പെൻസ് അല്ല. 10,000 രൂപ നമുക്ക് എക്സ്പെൻസ് വന്നു, 2,000 അയാൾ തന്നു. അപ്പൊ നമ്മൾ എത്ര നെറ്റ് എഫക്ട്, 10,000 നമുക്ക് എക്സ്പെൻസ് വന്നു, 2,000 അയാൾ തന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് എഫക്ട് നമ്മൾ കോസ്റ്റ് ആക്കി എത്ര എടുക്കാൻ പാടുള്ളൂ, 8,000 രൂപയെ കോസ്റ്റ് ആക്കി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തത് PF അല്ലെങ്കിൽ ESI കോൺട്രിബ്യൂഷൻ പെയ്ഡ് ബൈ എംപ്ലോയി. എംപ്ലോയി എന്ത് ചെയ്തു, PF കോൺട്രിബ്യൂട്ട് ചെയ്തു. അത് എംപ്ലോയറുടെ കോസ്റ്റ് ആണോ, അല്ല, കോസ്റ്റ് ആക്കി എടുക്കാൻ പാടില്ല. എന്നാൽ എംപ്ലോയർ മുതലാളി എന്ത് ചെയ്തു, അതിലേക്ക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു, അത് എടുക്കണം. ഓക്കെ, അപ്പോൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എടുക്കാൻ പാടില്ല. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമ്മൾ എംപ്ലോയി കോസ്റ്റിൽ എടുക്കും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക, ഏത് കോസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അടുത്ത് CS ആണ്. CS എന്ന് പറഞ്ഞാൽ ഷുവർ ലോട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് CAS എന്ന് പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നും. ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മുടെ അവസാനത്തെ ലോട്ട് തിയറിയാണ്. ഈ അവസാനത്തെ ലോട്ട് തിയറി ആയിട്ടാണ് വരിക. ഈ ലോട്ടിൽ മിക്കവാറും എവിടെ നിന്നേക്കും ചോദിക്കുക CS. നമുക്ക് 24ഓളം CSകൾ ഉണ്ട്. 24 CS നിന്ന് അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ സ്കോപ്പ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക. ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് വരും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാത്തിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. MCQൽ എവിടെയെങ്കിലും എന്തുണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഈ ഒരു ഉദാഹരണത്തിന് CAS5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് CS ആണ്, അല്ലെങ്കിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട CS ആണ് ചോദിക്കുക. അപ്പൊ നിർബന്ധമായിട്ട് പേര് എങ്ങനെയെങ്കിലും പഠിച്ചു വെക്കണം. ഇതിപ്പോ എന്താണ്, CS5 എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ. അടുത്ത ചോദിക്കും എക്സൈസ് ഡ്യൂട്ടി പ്രകാരം അല്ലെങ്കിൽ GST പ്രകാരം പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ശ്രദ്ധിക്കുക, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. എക്സൈസ് ഡ്യൂട്ടി പ്രകാരം അല്ലെങ്കിൽ GST പ്രകാരം പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന CS ഏതാണ്? ഓക്കെ, അപ്പൊ CS നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ 4 അല്ലായിരുന്നു. ഓക്കെ, CS4 നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ക്യാപ്റ്റീവ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു CS4ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് എടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ CSകൾ നോക്കിക്കുക. CS1 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ ഓക്കെ, CS1 ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അതിന്നും ചിലപ്പോൾ എന്ത് ചെയ്യും, MCQ ചോദിക്കും. അതല്ലാതെ CSന്റെ എല്ലാത്തിന്റെയും പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. CS1 ട്രാൻസ്പോർട്ടേഷൻ അതൊന്ന് നോക്കി വെച്ചേക്കുക. അതൊന്നും കുറെ തവണ MCQ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ CS4 എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്യാപ്റ്റീവ് കൺസംഷൻ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി CSന്റെ അതാണ് ഇന്റഗ്രൽ ആൻഡ് നോൺ ഇന്റഗ്രൽ എന്നുള്ള വളരെ എളുപ്പമായിട്ടുള്ള, കഴിഞ്ഞ തൊട്ട് മുന്നത്തെ എക്സാമിന് ഇന്റഗ്രൽ ആൻഡ് നോൺ ഇന്റഗ്രൽ എന്ത് ചോദിച്ചിട്ടുണ്ട്, ജേണൽ എൻട്രി എഴുതാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോൺ ഇന്റഗ്രലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ അറിയാം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റോ മെറ്റീരിയൽ വാങ്ങുകയാണ് അല്ലെ. ഫസ്റ്റിലത്തെ ഡ്യൂട്ടി എന്തായാലും മിഷനറി റോ മെറ്റീരിയൽ വാങ്ങണം. അപ്പൊ എന്താ വരിക, സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുക, ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണെന്ത്, കോസ്റ്റ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്, കോസ്റ്റ് കൺട്രോൾ അക്കൗണ്ട് അങ്ങോട്ട് മാറ്റാം. ഓക്കെ, അല്ലെങ്കിൽ ആ പേരും പറയും. ഓക്കെ, ഇനി ഈ സ്റ്റോറിലേക്ക് വന്നിട്ടുള്ള എമൗണ്ട് നമുക്ക് എങ്ങോട്ട് മാറ്റണം, WEPയിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ മാറ്റാം? ഓക്കെ, അപ്പൊ SLC അവിടെ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് താഴെ വരും, കാരണം അവിടെ പൈസ കുറയാണ്. എന്താ കൂടുക, WEP കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റർ കൂടും. ഓക്കെ, അടുത്തെന്താണ്,
ഇതേപോലെ തന്നെ വേജസ് പേ ചെയ്യാണ്. വേജസ് പേ ചെയ്യുമ്പോൾ എന്തെങ്കിലും വരിക, വേജസ് കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എഴുതൂല, കാരണം ഇത് എന്ത് അക്കൗണ്ടാണ്, ഇന്റഗ്രൽ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ വേജസ് തന്നെ ഡയറക്റ്റും ഉണ്ടാവും ഇൻഡയറക്റ്റും ഉണ്ടാവും. ഡയറക്റ്റ് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുക, ഡയറക്റ്റ് മാറ്റി WIP-ലേക്കാണ്. അപ്പൊ WIP കൂടും. WIP അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് കുറയണം, വേജസ് കുറയണം, വേജസ് കുറയണം. അപ്പൊ ടു വേജസ്. ഈ ഇൻഡയറക്റ്റ് നമ്മൾ WIP-ലേക്ക് അല്ല മാറ്റാതെ എങ്ങോട്ടാ മാറ്റുക, ഫാക്ടറി ഓവർഹെഡിലേക്കാണ്. അപ്പൊ ഫാക്ടറി ഓവർഹെഡ് കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് കുറയണം, വേജസ് കുറയണം. ഇനി ഈ ഫാക്ടറി ഓവർഹെഡ് പേ ചെയ്തു, അപ്പൊ എന്താ വരിക, ഫാക്ടറി ഓവർഹെഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്. ഇനി ഫാക്ടറി ഓവർഹെഡ് അക്കൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റും, നമ്മൾ WIP-ലേക്ക് മാറ്റും. അപ്പൊ WIP കൂടണം, WIP അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏത് കുറയണം, ഫാക്ടറി ഓവർഹെഡ്. അടുത്ത ബാക്കിയുള്ള ഓവർഹെഡുകളൊക്കെ പേയ്മെന്റ് ചെയ്തു. ഇപ്പോൾ ഓഫീസ് ഓവർഹെഡ് പേയ്മെന്റ് ചെയ്യണം, ഓഫീസ് ഓവർഹെഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്. അതായത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് പേ ചെയ്യാണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ഇനി ഈ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ചാർജ് ചെയ്യുന്നത് WIP-ലേക്കാണ്. എന്നാൽ ഓഫീസ് ഓവർഹെഡ് WIP-ലേക്കാണോ കൊണ്ടുപോകുക, അല്ല, അത് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, ഫിനിഷ്ഡ് ഗുഡ്സിലേക്കാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് മാറ്റേണ്ടത്, കോസ്റ്റ് ഓഫ് സെയിൽസിലേക്കാണ്. അപ്പൊ ഇതിന്റെ എൻട്രി എന്തെങ്കിലും വരിക, ഫാക്ടറി ഓവർഹെഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ WIP കൂടും, ഫാക്ടറി ഓവർഹെഡ് കുറയും. ഓക്കെ, അതേപോലെ ഓഫീസ് ഓവർഹെഡ് ആണെങ്കിലോ, ഓഫീസ് ഓവർഹെഡ് ഇവിടെ കുറയണം. അപ്പൊ ഓഫീസ് ഓവർഹെഡ് എന്ത് ചെയ്യും, ക്രെഡിറ്റിൽ വരും. ഓഫീസ് ഓവർഹെഡ് ക്രെഡിറ്റ് വരും. അപ്പൊ ഡെബിറ്റിൽ എന്താ പറയുക, അതാണ് ഡെബിറ്റ് നമ്മൾ പറഞ്ഞാൽ എങ്ങോട്ടാ മാറ്റേണ്ടത്, ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക്. അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാറ്റുമ്പോൾ എന്താ വരിക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് വരും, ക്രെഡിറ്റിൽ വരും. എങ്ങോട്ടാ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാറ്റുക, കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക്. അപ്പൊ എന്ത് വരും, കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽസ് പിന്നെ എങ്ങോട്ട് മാറ്റും, P&L അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പൊ ഇതായിരിക്കും എന്ത് വരിക, ഈ നമ്മുടെ നോൺ ഇന്റഗ്രലിൽ വരിക. ഇനി ഇന്റഗ്രൽ ആവുമ്പോൾ ഇവിടെ മെറ്റീരിയൽ വാങ്ങാണ്, SLC അക്കൗണ്ട് ഡെപ്റ്റർ, സ്റ്റോറേജ് ലെഡ്ജർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇവിടെ ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് വരും. അതേപോലെ WIP-ലേക്ക് മാറ്റുന്നതിന് എൻട്രി ഈ സെയിം എൻട്രി വരും. വേജസ് പേയ്മെന്റ് ചെയ്യുന്നതിന് എൻട്രിയോ വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് വരും. കാരണം ഇവിടെ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോണ്ടാ. എന്നാൽ WIP-ലേക്ക് മാറ്റുന്നതോ അത് ഈ സെയിം എൻട്രി വരും. അതേപോലെ ഫിക്സ്ഡ് ഓവർഹെഡിലേക്ക് മാറ്റുന്നതോ അത് ഈ സെയിം എൻട്രി വരും. അതേപോലെ ഫിക്സ്ഡ് ഓവർഹെഡ് പൈസ കൊടുത്തതോ ഫിക്സ്ഡ് ഓവർഹെഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അഥവാ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് എഴുതുന്നതിന് പകരം ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള സംഭവം അവിടെ എഴുതും. അത്രമാത്രം മാറ്റം വരുന്നു. ഇനി റോ മെറ്റീരിയലിൽ നിന്നും WIP-യിലേക്കോ, WIP-യിൽ നിന്നും നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസിലേക്കോ മാറ്റുന്നതിന് എന്തില്ല, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വേറെ എൻട്രി ഇല്ല. അത് ഇന്റഗ്രൽ ആണെങ്കിലും നോൺ ഇന്റഗ്രൽ ആണെങ്കിലും സെയിം എൻട്രിയാണ്, ജേണൽ എൻട്രിയാണ് വരിക. അപ്പൊ ഇതാണ് പിന്നെ അടുത്തൊരു സംഭവം വരുന്നത്. പിന്നെ വരുന്നത് കോസ്റ്റ് ഷീറ്റ് ആണ്. കോസ്റ്റ് ഷീറ്റ് നമുക്ക് ഫോർമാറ്റ് എല്ലാവർക്കും അറിയാം. ആ ഫോർമാറ്റ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കി വെക്കുക. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എടുത്ത് നോക്കി വെക്കുക. അതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, കോസ്റ്റ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദിക്കുകയാണ്, അതിൽ നിന്ന് എന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ള ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് നോക്കി വെക്കുക. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. EOQ മെറ്റീരിയൽ കോസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ കുറെ ഉണ്ട്, അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള സമയമല്ല. അപ്പൊ ഇമ്പോർട്ടന്റ് പോർഷൻസ് നോക്കുക, ബാക്കിയുള്ളതിന് ചോദിക്കൂല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെങ്കിൽ ഈ ഒരു പോർഷൻസ് നല്ല രീതിയിൽ നോക്കിയാൽ തന്നെ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. പിന്നെ അഡീഷണൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെറ്റീരിയൽ കോസ്റ്റിലേക്ക്, ജോബ്, ബാച്ച്, പ്രോസസ്സ്, ജോയിൻ ബൈ പ്രോഡക്റ്റ് അങ്ങോട്ടൊക്കെ പോകുക. അതിനൊക്കെ ചോദ്യം ഉണ്ടാവും. അതിനൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദ്യം ഉണ്ടാവും. കാരണം അതാ ഇവിടെ ഈ ലോട്ടിൽ ഇനിയും ചോദിക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ചോദ്യം ഉണ്ടാവും. പക്ഷെ അതിന് പറ്റിയ ഒരു സമയമല്ല, നമ്മൾ സമയത്തിനനുസരിച്ചാണല്ലോ ക്ലാസ് പറയേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു പോർഷൻസ് നിങ്ങൾ നോക്കുക. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പൊ ലൈവ് നമ്മൾ അപ്പൊ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഏതാണ്, ഫസ്റ്റ് നിങ്ങൾ കോൺട്രാക്ട് പോയിട്ട് നോക്കുക, മറന്നുപോയത്. അതിന്റെ മുന്നേ CS അവിടെ നോക്കി വെക്കുക. കാരണം CS എന്ന് പറഞ്ഞാൽ ചെറുതാണ്, അതിപ്പോ തന്നെ പോയി നോക്കി വെക്കുക. കോൺട്രാക്ട് നോക്കുക, ഓപ്പറേറ്റിംഗ് നോക്കുക, സ്റ്റാൻഡേർഡ് നോക്കുക. അതിനുശേഷം നിങ്ങൾ എങ്ങോട്ട് വരിക, മാർജിനലിലേക്ക് വരിക. അതിനുശേഷം നിങ്ങൾ എങ്ങോട്ട് വരിക, റീകൺസിലേഷൻ. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് വരിക, ഓവർ ഹെഡിലേക്ക് വരിക. അതിന് പിന്നെയും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് അങ്ങോട്ട് എങ്ങനെ പോയി കൊണ്ടിരിക്കുക, കോസ്റ്റ് ഷീറ്റ്, ഇന്റഗ്രൽ, നോൺ ഇന്റഗ്രൽ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ നോക്കുക. അപ്പൊ ഫസ്റ്റിലത്തെ ഈ ഒരു പാർട്ട് വരെ ഇങ്ങനെ തന്നെ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നത്. എന്തായാലും എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും. പിന്നെ MCQ-ലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. യൂട്യൂബിൽ ഏതൊരു പോർഷന്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ. ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. നിങ്ങൾ ഇനി തിയറി, ചില ആൾക്കാർക്ക് ലാസ്റ്റിലത്തെ ലോട്ടിൽ തിയറിയാണ് വരിക. അത് എവിടെ നീക്കും, മിക്കവാറും തിയറീസ് ഏറ്റവും കൂടുതൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് എന്തായാലും എന്തുണ്ടാവും, ഒരു തിയറി ആയിട്ടുള്ള ചോദ്യം ഉണ്ടാവും. കാരണം അവിടെ നിന്ന് 5 മാർക്ക് ഉണ്ട്. ആ 5 മാർക്ക് എന്തെങ്കിലും ചോദിക്കാം, ഒന്നെങ്കിൽ MCQ എവിടെയെങ്കിലും ഒരു തിയറി പാർട്ട് ചോദിക്കും, അല്ലെങ്കിൽ താഴെ ഉള്ള ആ ഒരു ലോട്ടിൽ എന്ത് ചെയ്യും. അപ്പൊ CAS എന്നും ഈ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും എന്ത് വരിക, തിയറി ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിന്റെ MCQ എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. നല്ല രീതിയിൽ എക്സാം ചെയ്താൽ
അത്യാവശ്യം എഫ് എം കുഴപ്പമില്ലാതെ എല്ലാവരും എഴുതി. അതേപോലെ നാളെ നിങ്ങൾ എക്സാം ചെയ്തിട്ട് നിങ്ങൾ എന്താണ് റിവ്യൂ എന്നുള്ളത് പറയാം. ഞാനിപ്പോൾ ഇങ്ങനെ ആകാംക്ഷയോടെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ച് ഇങ്ങനെ വിടല്ലേ. അപ്പോൾ എക്സാം ഞാൻ എന്ത് ചെയ്യണം, ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കണം, എന്തായിരിക്കും കുട്ടിക്ക് നല്ലോണം എഴുതാൻ പറ്റുമോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ വിവരം പറയാം. ഓക്കെ, കുറെ ആൾക്കാർ മിണ്ടുന്നില്ല. ഓക്കെ, എന്നോട് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. ഓക്കെ, അതല്ല മെസ്സേജ് അയക്കുക, എന്താണ് ഫീഡ്ബാക്ക് ഒക്കെ പറയാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം പെട്ടെന്ന്. ഓക്കെ ആണോടാ? അടിപൊളിയായിട്ട് ചെയ്താ, പേടി കാര്യങ്ങളൊന്നും വേണ്ട, വളരെ കൂളാവുക, നിങ്ങൾക്ക് കിട്ടും. അവിടെ പോയിരുന്നാൽ എല്ലാം എഴുതാൻ പറ്റും. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതുന്ന ആൾക്കാരെ അവസാനത്തെ എക്സാം ആണല്ലേ നാളെ. മറ്റേ ആൾക്കാർക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കൂടി ഉണ്ടാവും. പെട്ടെന്ന് പറ. നാളെ പെരുന്നാളൊക്കെ അല്ലേ, അഡ്വാൻസ്ഡ് ഈദ് മുബാറക്ക് കേട്ടോ. അഡ്വാൻസ്ഡ് അല്ല, ഇനിയിപ്പോൾ ഈദ് മുബാറക്ക് തന്നെ പറയാലോ അല്ലേ. നാളെ പെരുന്നാളാണ്, കുഴപ്പമില്ല. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എഴുതുന്ന ആൾക്കാർക്ക് അതിന്റെ ലൈവ് ഉണ്ടാവും. ഓക്കെ, ഡ്രസ്സൊക്കെ എടുത്തോ നിങ്ങൾ? ഈദ് മുബാറക്ക്. പെരുന്നാൾ ഇനിയും വരും അല്ലേ. എക്സാം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എഴുതുക. അടുത്ത പെരുന്നാൾ എന്ത് ചെയ്യണം, അടിച്ചു പൊളിക്കണം എല്ലാവർക്കും കൂടെ. ഓക്കെ, ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും താങ്ക് യു മുബാറക്കൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്തായാലും വിവരം പറയാം. ഓക്കെ, അതൊരു സന്തോഷമല്ലേ. എന്താണ് സംഭവം, നിങ്ങൾക്ക് ഉണ്ടായ ഒരു സംഭവം ഏതെങ്കിലും വന്നോ, അല്ലെങ്കിൽ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് ആയോ എന്നുള്ളതൊക്കെ. കാരണം ഇപ്പോൾ എനിക്കറിയാം, വെറുതെ ഒരു ഇതല്ലല്ലോ ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങളെ കയ്യിൽ ഇതിനിപ്പോൾ എക്സ്ട്രാ പേയ്മെന്റ് കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ നിങ്ങളെ ആ വാക്കുകളുണ്ടല്ലോ, സന്തോഷം, ഇങ്ങനെ എഴുതാൻ പറ്റിയെന്ന് കേൾക്കുന്ന അതാണ് എനിക്ക് കിട്ടുന്ന ഒരു ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രസ്സ് എടുത്തിട്ടില്ലേ, ഡ്രസ്സ് എടുക്കണ്ടേ, എന്താണ് പെരുന്നാൾ ഡ്രസ്സ് ഇട്ട് പോണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ശരി, വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം.